Hello, dear students. Now we have the remaining lines of the poem. When I was growing up and a white man wanted to take me out, I thought I was special, an exotic gardenia, anxious to fit the stereotype of an oriental chick. When I was growing up and a white man wanted to take me out. When I was growing up a white man wanted to take me out. ആ ലൈൻ അങ്ങനെ തന്നെയാണ് മീനിങ്. ഞാൻ വരുന്ന സമയത്ത് എ വൈറ്റ് മാൻ, ഒരു വെള്ളക്കാരൻ എന്നെ പുറത്തേക്ക് കൊണ്ടുപോയി. ഐ തോട്ട് ഐ വാസ് എ സ്പെഷ്യൽ ആൻ എക്സോട്ടിക് ഗാർഡേനിയ. I thought I was special and exotic gardenia. എക്സോട്ടിക് ഗാർഡേനിയ പറഞ്ഞാൽ എന്താ, നല്ല ആകർഷകമായൊരു പുഷ്പം പോലെ എനിക്ക് തോന്നി എന്നാണ്. അയാൾ എന്നെ പുറത്തേക്ക് കൊണ്ടുപോയ സമയത്ത് ഐ തോട്ട് ഐ വാസ് സ്പെഷ്യൽ ലൈക്ക് ആൻ എക്സോട്ടിക് ഫ്ലവർ, എ സ്പെഷ്യൽ ഫ്ലവർ പോലെ അവൾക്ക് ഫീൽ ചെയ്തു. അവൾക്ക് പിന്നെ ഒരു കാര്യം കൂടി തോന്നി, ആൻഷ്യസ് ടു ഫിറ്റ്, അവൾക്ക് ആൻസൈറ്റി ആയി ദ സ്റ്റീരിയോ ടൈപ്പ് ഓഫ് ആൻ ഓറിയൻ്റൽ ചിക്ക്. ഓറിയൻ്റൽ ചിക്ക് പറഞ്ഞാൽ ഏഷ്യൻ എന്നാണ്. നിങ്ങൾ ടെക്സ്റ്റിൽ അതിൻ്റെ മീനിങ് ഉണ്ട്. ഓറിയൻ്റൽ മീൻസ് ഏഷ്യൻ. ഇതൊക്കെ കേൾക്കും ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. ഓറിയൻ്റൽ ചിക്ക് മീൻസ് ആൻ ഏഷ്യൻ ഫീമെയിൽ. എഴുതി വെച്ചോ. എ ഗേൾ വിത്ത് ഏഷ്യൻ പ്രൊപ്പോർഷൻസ് ഓഫ് ബ്യൂട്ടി. ഓറിയൻ്റൽ ചിക്ക് മീൻസ് എ ഗേൾ വിത്ത്, അണ്ടർലൈൻ ചെയ്തോ, സ്റ്റീരിയോ ടൈപ്പ് ഓഫ് ആൻ ഓറിയൻ്റൽ ചിക്ക്. കണ്ടോ, ആൻഷ്യസ് ടു ഫിറ്റ്. നോക്കൂ. When I was growing up and a white man wanted to take me out, I thought a white man take me out. At that time I feel I was a special exotic flower, anxious to fit the stereotype of oriental chick. എന്നെ ഈ ഒരു ഏഷ്യക്കാരിയായ പെൺകുട്ടിയെയൊക്കെ ഈ വൈറ്റ് മാന് ഡേറ്റിങ്ങിന് കൊണ്ടുപോവോ, പുറത്തേക്ക് കൊണ്ടുപോവോ എന്നുള്ളൊരു ഫീലിംഗ് അവളുടെ മനസ്സിൽ വന്നു എന്നാണ്. മനസ്സിലായല്ലോ. Now let's move to the next stanza. When I was growing up, I felt ashamed of some yellow men, their small bones, their frail bodies, their spitting on the street, their coughing, their lying in sunless rooms, soothing themselves in the arms. When I was growing up, I felt ashamed of some yellow men. When I was growing up, ഞാൻ വളർന്നു വരുന്ന സമയത്ത് I felt ashamed, എനിക്ക് ഭയങ്കരമായിട്ട് ലജ്ജ തോന്നി. ഓഫ് സം യെല്ലോ മെൻ. യെല്ലോ മെൻ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ചൈനീസിനെയാണ്. ഐ ഫെൽറ്റ് അഷെയിംഡ് ഓഫ് സം യെല്ലോ മെൻ. ദിയർ സ്മോൾ സൈസ്, അവരുടെ ആ സ്മോൾ സൈസും അവരുടെ ദെയർ ഫ്രെയിൽ ബോഡീസ്, ദെയർ ടയേർഡ് ബോഡീസ്, അവരുടെ വീക്കായിട്ടുള്ള അവരുടെ ബോഡി അല്ലേ, ആ ഒരു വീക്ക് ബോഡി. പിന്നെ നെക്സ്റ്റ് ദെയർ സ്പിറ്റിംഗ് ഓൺ ദ സ്ട്രീറ്റ്. സ്പിറ്റിംഗ് മീൻസ് തുപ്പ്, അവരുടെ ആ സ്ട്രീറ്റിലുള്ള തുപ്പൽ, വൃത്തിയില്ലാത്ത ആ സ്വഭാവം. ദെയർ കഫിങ്, അവരുടെ കഫ്. ദെയർ ലൈങ് ഇൻ ദ സൺലെസ് റൂം, സൂത്തിങ് ദംസെൽഫ് ഇൻ ദ ആംസ്. പിന്നെന്താണ് അവരുടെ വേറൊരു ഹാബിറ്റ്, ദെയർ കഫിങ് ആൻഡ് ദെവർ ലൈങ് ഇൻ സൺലെസ് റൂംസ് ബൈ ഇൻജെക്റ്റിംഗ് പോയ്സൺസ് ഇൻ ദെയർ ആംസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കൂ. നോക്കൂ. ലൈങ് ഇൻ സൺലെസ് റൂംസ് സൂത്തിങ് ദംസെൽഫ് ഇൻ ദ ആംസ്. ദാറ്റ് മീൻസ് ദേ വർ ലൈങ് ഇൻ ദ സൺലെസ് റൂംസ്. ദേ വർ ലൈങ് ഇൻ ദ സൺലെസ് റൂംസ്, ഇരുട്ടുള്ള റൂമിലിരിക്കും. എന്നിട്ട് എന്താ അവിടെ അവർക്ക് പണി? ദേ വർ ഇൻജെക്റ്റിംഗ് പോയ്സൺസ് ഇൻ ദെയർ ആംസ്. അവർ പോയ്സൺ ഇൻജെക്റ്റ് ചെയ്തിരിക്കുന്ന അവരുടെ ആ സ്വഭാവമൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് എന്തായി, ഭയങ്കരമായിട്ട് ലജ്ജ തോന്നി. ഇതെപ്പോഴൊരു ക്വസ്റ്റ്യൻ വരും, എന്തിനാണ് അവൾക്ക് ലജ്ജ തോന്നിയത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഇവിടെ വരക്കാൻ പറ്റില്ല, നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. When I was growing up, I felt ashamed. She felt ashamed of some yellow men because of their small bones, their weak bodies, their bad habit of spitting on the street, their coughing, and they were lying in the sunless rooms by injecting, soothing means injecting nane, injecting poisons in their arms. This is all these lines. Okay, then go to the next line. When I was growing up, people would ask if I were Filipino, Polynesian, Portuguese. They named all colors except white, the shell of my soul, but not my rough, dark skin. When I was growing up,
people would ask if I were Filipino. When I was growing up, people would ask if I were a Filipino, if I were a Polynesian, if I were a Portuguese. ഇതെല്ലാം അവരെന്നോട് ചോദിക്കും. ഞാൻ വളർന്നു വരുന്ന സമയത്ത് ആളുകൾ എന്നെ വഴിയിൽ നിന്ന് കാണുന്ന സമയത്ത് എൻ്റെ രൂപം കണ്ടിട്ട് അവരെന്നോട് ചോദിക്കും, ഞാൻ ഫിലിപ്പീനോ ആണോ, പോളിനേഷ്യൻ ആണോ, പോർച്ചുഗീസ് ആണോ. ദേ നെയിംഡ് ഓൾ കളേഴ്സ്. എല്ലാ കളറും അവരെൻ്റെ പേര് നെയിം ചെയ്തു എക്സെപ്റ്റ് വൈറ്റ്. പക്ഷെ അവരൊരിക്കലും എന്നെ വൈറ്റ് ആണോ എന്ന് അവരൊരിക്കലും ചോദിച്ചില്ല. വൈറ്റ് ഒഴികെ എല്ലാ പേരുകളും അവരെനിക്കിട്ടു. ദ ഷെൽ ഓഫ് മൈ സോൾ ബട്ട് നോട്ട് മൈ റഫ് ഡാർക്ക് സ്കിൻ. എല്ലാ കളറും. മൈ സോൾ വാസ് വൈറ്റ് ബട്ട് നോട്ട് മൈ റഫ് ഡാർക്ക് സ്കിൻ. എൻ്റെ ആത്മാവ്, എൻ്റെ മനസ്സ് എന്താണ്? വൈറ്റാണ് അല്ലേ. ദ ഷെൽ ഓഫ് മൈ സോൾ ബട്ട് നോട്ട് മൈ റഫ് ഡാർക്ക് സ്കിൻ. എൻ്റെ മനസ്സ് വൈറ്റാണ്, പക്ഷേ എൻ്റെ റഫ് ഡാർക്ക് സ്കിൻ പോലെയല്ല. Next, when I was growing up, I felt dirty. I thought that God made white people clean, and no matter how much I bathed, I could not change. I could not shed my skin in the grey water. When I was growing up, I felt dirty. ഞാൻ വളർന്നു വരുന്ന സമയത്ത് എനിക്ക് തോന്നി ഞാനൊരു വൃത്തിയില്ലാത്തതാണ്. ഈ കറുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയില്ല, എനിക്ക് വൃത്തി കുറവാണ് എന്നെനിക്ക് തോന്നി അല്ലേ. When I was growing up, I felt dirty. I thought God made white people as clean. എനിക്ക് തോന്നി ഗോഡ് വൈറ്റ് പീപ്പിളിനെയാണ് ക്ലീൻ ആക്കി ഉണ്ടാക്കിയത് എന്ന്. When I was growing up, I felt dirty. ഞാൻ വളർന്നു വരുന്ന സമയത്ത് I felt dirty. എനിക്ക് ഫീൽ ചെയ്തു ഞാനൊരു വൃത്തിയില്ലാത്തവളാണ് എന്ന്. I thought that, ഞാൻ വിചാരിച്ചു ഗോഡ് മെയ്ഡ് വൈറ്റ് പീപ്പിൾ ക്ലീൻ. ദൈവം വൈറ്റ് പീപ്പിളിനെയാണ് വൃത്തി ഉണ്ടാക്കി സൃഷ്ടിച്ചത് എന്ന്. ആൻഡ് നോ മാറ്റർ ഹൗ മച്ച് ഐ ബാത്ത്. ഞാൻ കുറേ കുളിച്ചു നോക്കി, നോ മാറ്റർ ഒരു കാര്യം ഉണ്ടായില്ല. ഐ കുഡ് നോട്ട് ചേഞ്ച്, ഒരു മാറ്റം എനിക്കുണ്ടായില്ല. ഐ കുഡ് നോട്ട് ഷെഡ് മൈ സ്കിൻ ഇൻ ദ ഗ്രേ വാട്ടർ. ദാറ്റ് മീൻസ് ഐ കാണ്ട് ഷെഡ് മൈ സ്കിൻ. എനിക്ക് ഒരിക്കലും എൻ്റെ തൊലി ഉരിച്ച് കളയാൻ ഒരിക്കലും സാധിച്ചില്ല. നെക്സ്റ്റ് ലൈൻ, വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് ഐ സോർ ഐ വുഡ് റൺ അവേ ദ പേർപ്പിൾ മൗണ്ടെയ്ൻസ്, ഹൗസസ് ബൈ ദ സീ വിത്ത് നത്തിങ് ഓവർ my head, with space to breathe, uncongested with yellow people in an area called Chinatown. In an area I later learned was a ghetto, one of my herds of Asian America. I know now that once I longed to be white. How many more ways? You ask, haven't I told you enough? നോക്കൂ ഈ സ്റ്റാൻസ. When I was growing up, I swore I would run away to the purple mountains. എനിക്ക് തോന്നി, ഞാൻ ശപഥം ചെയ്തു ഞാൻ എവിടേക്ക് ഓടിപ്പോകും, ആ പർപ്പിൾ മൗണ്ടെയിനിലേക്ക് ഞാൻ ഓടിപ്പോകും എന്നെനിക്ക് തോന്നി, ഓടിപ്പോകണമെന്നെനിക്ക് തോന്നി. അവിടുത്തെ പ്രത്യേകത എന്താ? പർപ്പിൾ മൗണ്ടെയിൻസ്, ഹൗസസ് ബൈ ദ സീ വിത്ത് നത്തിങ് ഓവർ. അത് അവിടെ സമുദ്രതീരത്തുള്ളൊരു വീടുണ്ട് അല്ലേ, സമുദ്രതീരത്ത്. ഹൗസസ് ബൈ ദ സൈഡ്, അവരുടെ സമുദ്ര വീട്ടിലുള്ളൊരു വീട്ടിൽ ഞാൻ എന്ത് ചെയ്യും? കിടക്കും. അവിടെ ഒന്നും എനിക്കില്ല അല്ലേ. നത്തിങ് ഓൺ മൈ ഹെഡ്, എനിക്ക് അവിടെ വേറൊന്നുമില്ല. വിത്ത് സ്പേസ് ടു ബ്രീത്ത്, അവിടെ എനിക്കുണ്ട്. ദർ ഈസ് എ ലോട്ട് ഓഫ് സ്പേസ് ഫോർ ബ്രീത്തിങ്, അവിടെ എനിക്ക് ശ്വാസം വിടാനുള്ള സ്ഥലമുണ്ട്. അൺകൺജസ്റ്റഡ് വിത്ത് യെല്ലോ പീപ്പിൾ ഇൻ ആൻ ഏരിയ, അവിടുത്തെ പ്ലേസ് വാസ് നോട്ട് റഷ്ഡ് വിത്ത് ചൈനീസ് പീപ്പിൾ. ആ ഒരു സ്ഥലം കൺജസ്റ്റഡ് അല്ല അല്ലേ. കൺജസ്റ്റഡ് പറഞ്ഞാൽ ഇടുങ്ങി പാർക്കുന്ന സ്ഥലമല്ല, യെല്ലോ പീപ്പിൾ നിറയെ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം അല്ല ആ ഏരിയ. ആ ഒരു മൗണ്ടെയിൻ്റെ മുകളിൽ, അവിടേക്ക് ഞാൻ എന്ത് ചെയ്യും? ഓടിപ്പോകും. ഇൻ ആൻ ഏരിയ ഐ ലേറ്റർ ലേൺഡ് വാസ് എ ഗെറ്റോ, പിന്നെ എനിക്ക് മനസ്സിലായി ആ ഒരു ഏരിയ, അതൊരു സ്ലം, അതൊരു ചേരി, നമ്മൾ പറയില്ലേ എന്താ, ഒരു വൺ ഓഫ് ദ സിറ്റി എന്നുള്ള മീനിങ് തന്നെ ഉള്ളൂ കേട്ടോ. വൺ ഓഫ് ദ സിറ്റി എന്താ മീനിങ്? ആൻ ഏരിയ ഓഫ് എ സിറ്റി, എസ്പെഷ്യലി ദ സ്ലം ഏരിയ, വേർ പീപ്പിൾ ഓഫ് പെർട്ടിക്കുലർ റേസ് ഓർ റിലീജിയൻ ലിവ് ക്ലോസ്ലി ടുഗദർ ആൻഡ് അപ്പാർട്ട്
ഫ്രം അതർ പീപ്പിൾ. ഉണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇമിഗ്രേറ്റ് ചെയ്ത് പോയവരില്ലേ, നമ്മൾ ഏഷ്യക്കാർ ചൈനയിൽ പോയി അമേരിക്കയിൽ പോയി താമസിക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ അവർ മാത്രം നല്ല ബന്ധത്തോടു കൂടിയും ഷെയർ ചെയ്തിട്ട് വളരെ സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു ചേരി പ്രദേശം എന്നുള്ള ഉദ്ദേശമാണ്. ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ആൻ ഏരിയ ഗെറ്റോ മീൻസ് ആൻ ഏരിയ ഓഫ് എ സിറ്റി എക്സ്പെഷ്യലി എ സ്ലം ഏരിയ, ഒരു ചേരി പ്രദേശം വേർ പീപ്പിൾ ഓഫ് പെർട്ടിക്കുലർ race or religion live closely together and apart from other people. ഉണ്ടോ, അവർ വളരെ ക്ലോസ് ആയിട്ട് ജീവിക്കുക. വേറെയുള്ള ആളുകളൊന്നും അവിടെ ഇല്ല, ഒരു കൂട്ടം ഒരേ ഇതിൽപ്പെട്ട ആളുകളാണ് അവിടെ ഉള്ളത് അല്ലേ. ഒരു പർട്ടിക്കുലർ റേസിൽ പെട്ട ആളുകൾ ഒരുമിച്ച് കൂടി സന്തോഷത്തോടെ ജീവിക്കുന്ന പ്രദേശമാണ്. ഇവിടെ എന്താ പറയുന്നത്, വാസ് എ ഗെറ്റോ വൺ ഓഫ് മെനി ഹേർഡ്സ് ഓഫ് ഏഷ്യൻ അമേരിക്ക. അവിടെ ആരുണ്ട്, ഏഷ്യൻ അമേരിക്കക്കാരായ ഒരു കൂട്ടം ആളുകൾ തിങ്ങിയല്ലാതെ നല്ല അഡ്ജസ്റ്റ്മെൻറ്റിൽ അവിടെ തിങ്ങിക്കൂടിയിട്ടല്ല, അൺകൺജസ്റ്റഡ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് ഓടിപ്പോകാൻ എനിക്ക് തോന്നി എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ നമുക്ക്. വെൻ ഐ വാസ് ഗ്രോയിങ് up, I swore I would run away to purple mountains. The houses by the sea with nothing over my head, with a space to breathe. അവിടെ എന്തുണ്ട്, there is a lot of space for breathing. The area is not congested, അല്ലേ, congested with yellow people, with Chinese peopleനെ കൊണ്ട് കൺജസ്റ്റഡും അല്ല അവിടെ, അങ്ങനെയാണ് പറയുന്നത് അല്ലേ. നോക്കൂ, അൺകൺജസ്റ്റഡ് വിത്ത് യെല്ലോ പീപ്പിൾ, ദാറ്റ് ഏരിയ കാൾഡ് ചൈന ടൗൺ. ആ സ്ഥലത്ത് എന്താ വിളിക്കുക, ചൈന ടൗൺ എന്നാ വിളിക്കുക. ഇൻ ആൻ ഏരിയ ഐ ലേറ്റർ ലേൺഡ് വാസ് എ ഗെറ്റോ. പിന്നെ ലാസ്റ്റ് എനിക്ക് ലേറ്റർ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് വാസ് ദ ഗെറ്റോ. ഗെറ്റോ മീൻസ് വൺ ഓഫ് ദ മെനി ഹാർട്സ് ഓഫ് ഏഷ്യൻ അമേരിക്കൻ. അത് ഒരു സ്ലം ഏരിയ ആണ്, ഏഷ്യൻ അമേരിക്കക്കാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഏഷ്യൻ അമേരിക്കക്കാർ ഇവരുടെ ഇടയിൽ ഇവരുടെ കൾച്ചർ കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല ജീവിക്കുന്നത്. ആ അമേരിക്കയിലുള്ള ഏഷ്യൻ അമേരിക്കക്കാർ ഒരു ഗെറ്റോ പോലുള്ള സ്ഥലത്ത് ഒതുങ്ങിക്കൂടി സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഐ നോ നൗ ദാറ്റ് വൺസ് ഐ ലോങ്ഡ് ടു ബി white. I know not that once I longed to be white. എനിക്കറിയാം, ഞാൻ ഒരിക്കൽ ലോങ്ഡ് ടു ബി വൈറ്റ്, ഞാൻ പണ്ടൊരിക്കൽ വെള്ളക്കാരിയാകാൻ ആഗ്രഹിച്ചിരുന്നു, എനിക്ക് അറിയാം. നോക്കൂ, ഹൗ മെനി മോർ വേയ്സ് ഐ ലോങ് ടു ബി, ഹൗ മെനി മോർ വേയ്സ് നിങ്ങൾ ചോദിക്കും, യു ആസ്ക്. നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഹൗ മെനി മോർ വേയ്സ്, ഏതെല്ലാം തരത്തിലാണ് ഞാൻ അതാകാൻ ആഗ്രഹിച്ചത് എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. ഉണ്ടോ, ഐ നോ നൗ ഐ നോ, ഇപ്പോൾ എനിക്കറിയാം. ദാറ്റ് വൺസ് ഐ ലോങ്ഡ് ടു ബി വൈറ്റ്, ഞാനൊരു വൈറ്റ് ആകാൻ വേണ്ടി വളരെ ആഗ്രഹിച്ചിരുന്നു. ഹൗ മെനി വേയ്സ്, ഏതെല്ലാം വഴികളിലൂടെ. യു ആസ്ക്, നിങ്ങൾ ചോദിക്കുമായിരിക്കും. ഹാവിൻറ്റ് ഐ ടോൾഡ് യു ഇനഫ്, ഞാൻ നിങ്ങളോട് ആവശ്യമുള്ള അത്രയും പറഞ്ഞില്ലേ, ഇത്രയൊക്കെ വഴികളെ ഞാൻ നോക്കിയിട്ടുള്ളൂ. പിന്നെ എനിക്കെന്തായി, ഐ ഗോട്ട് എ റിക്കൺസൈലേഷൻ അല്ലേ. അവൾക്ക് ലാസ്റ്റ് പറയുന്നുണ്ട്, ഇൻ ദ ലാസ്റ്റ് സ്റ്റാൻസ ഈസ് എ റിക്കൺസൈലേഷൻ. She reconciled herself with her Chinese American identity, thereby dismantling the stereotypes of Western beauty culture. Last stanza is a transition and self-realization. Last stanza is a transition and self-realization. She discovers her own identity. She discovers her own ethnic identity. Important ആണ്, ഇതൊക്കെ നോട്ടിൽ കാണണം. She discovers her own ethnic identity. She reconcile, അവൾ പൊരുത്തപ്പെട്ടു, herself with her Chinese American identity, thereby dismantling, thereby avoiding the stereotypes of Western beauty craze. അതൊഴിവാക്കിയിട്ട് അവൾ എന്ത് ചെയ്തു, സ്വയം അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ദിസ് ഈസ് ഓൾ അബൌട്ട് ദി പോയം. നല്ലോണം ലൈൻ ബൈ ലൈന് വായിക്കുക. നോട്ട് ഇപ്പോൾ ക്ലാസ്സിലാകുമ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയും, അതിനുള്ള ഒരു വഴി ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് വീഡിയോ കേൾക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും കേൾക്കണമെങ്കിൽ കേൾക്കുക. നോട്ട് നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യണം. നോട്ടിൽ പോയിൻറ്റ്സ് എഴുതി വെക്കുക. ഓക്കെ, താങ്ക് യു.